ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസമായി റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് നമ്മളുടെ കടലയില്ലേ അതിൻ്റെ ഒരു മസാലയാണ് കേട്ടോ. അപ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലായിട്ട് ഒന്ന് ഉണ്ടാക്കുകയാണ്. നവരാത്രി സ്പെഷ്യൽ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ഒരു രീതിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കടലക്കയിലോട്ട് 1 ടേബിൾ സ്പൂണോളം നമ്മളുടെ ജീരകമില്ലേ, ചെറിയ ജീരകം, കുറച്ച് ഇഞ്ചി, നീളത്തിലോ എങ്ങനെ വേണേലും ഇട്ടോളൂ കേട്ടോ. ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. പിന്നെ 2-3-4 വായനയിലേയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വ്രതം സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് വെളുത്തുള്ളി, സവാള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കാറില്ലേ. അപ്പോൾ വ്രതമൊക്കെ എടുത്ത് വെക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഐറ്റമാണ്. അപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 2-3-4 വായനയിലേയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലും പിന്നെ ഒരു വ്രതമൊക്കെ എടുക്കുന്ന ടൈമിലും ഉണ്ടാക്കുന്നത്. ഇനി അതിലേക്കൊരു മസാല നമുക്ക് തയ്യാറാക്കാം. ഒരു 1-2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ. അപ്പോൾ നമ്മളത് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് വേവിക്കാൻ. ഒരു 5 വിസിലിൽ വെന്ത് കിട്ടും കേട്ടോ. അത് വിട്ടിരുന്ന് വെന്തോട്ടെ. അപ്പോൾ നമുക്ക് മസാല നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. 1-2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതല്പം വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമ്മളിതിൽ ചേർക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർക്കാം, അല്ലെങ്കിൽ പിന്നീട് ചേർക്കാം. ഗരം മസാല ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് ഇത്രയും ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി ഇതൊന്ന് കുതിരട്ടെ. അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞു ഇതിലേക്ക് നമ്മൾ സവാളയും വെളുത്തുള്ളി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ചേർക്കില്ല. സാധാരണ ഇത് നവരാത്രി സ്പെഷ്യൽ അല്ലേ, അതായത് വ്രതം എടുക്കുന്ന ടൈമിൽ നമ്മൾ കഴിക്കുന്നതാണ്. അത് കാരണം ഇവിടെ ലാസ്റ്റ് ദിവസം ഉണ്ടാക്കുന്ന ഇതും പിന്നെ നമ്മുടെ പൂരിയാണ് കേട്ടോ. ചന മസാല, പിന്നെ പൂരി. അത് ചന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കടലയ്ക്ക് പറയുന്നതാണ് ചന എന്ന് കേട്ടോ. അതിന് മസാല അങ്ങനെയാണ്, ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇവരുടെ കുറേ റീൽസൊക്കെ കണ്ടപ്പോൾ എനിക്കൊന്ന് ഉണ്ടാക്കണമെന്ന് തോന്നി. അപ്പോൾ ഇങ്ങനെ ഞാനും ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഓൾറെഡി നമ്മൾ ഹൽവയുടെ റെസിപ്പി ഇട്ടിട്ടുള്ളതാണ്, അതായത് റവ വെച്ചുള്ള ഹൽവ. അത് തന്നെയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് വേകുന്ന സമയത്ത് നമ്മളിത് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒരു ടേബിൾ സ്പൂണോളം ജീരകം ഒഴിവാക്കാൻ പറ്റാത്ത ഐറ്റമാണ് കേട്ടോ. ജീരകം ഇല്ലാത്തൊരു ഐറ്റവും ഇല്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ മസാല പേസ്റ്റ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ചൂടാവണം കേട്ടോ. നല്ലൊരു ഗ്രേവി അധികമൊന്നും ഇല്ലാതെ നല്ല തിക്കായിട്ടാണ് നമ്മളത് എടുക്കുന്നത് കേട്ടോ. നല്ല ഡ്രൈ ആക്കി, തിക്കല്ല മീൻസ് ഡ്രൈ ആക്കിയാണ് എടുക്കുന്നത്. ഡ്രൈ ആക്കിയിട്ടാണ് മസാല എന്നല്ലേ പറയുന്നത്. ഇതിനകത്ത് ഗ്രേവി ഒന്നും വരത്തില്ല. ഡ്രൈ ആയിട്ടുള്ള നമ്മളുടെ കടലയുടെ മസാലയാണ്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലിനിയും ചേർക്കേണ്ട വേറൊരു ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗരം മസാലയും ആംചൂർ പൗഡർ. ഇത് ഞാൻ പല റെസിപ്പിയിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ആംചൂർ പൗഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈ മാംഗോ പൗഡറാണ്. അതായത് നമ്മൾ മാങ്ങ ഉണക്കി പൊടിച്ച് പാക്കറ്റിൽ വരുന്നൊരു പൗഡറാണ്. അത് നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ആമസോണിലും ഒക്കെ കിട്ടും. ഇനിയിപ്പോൾ സൂപ്പർ മാർക്കറ്റിലല്ലെങ്കിൽ ആമസോണിൽ നോക്കിയാൽ കിട്ടിക്കോളും കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കസൂരി മെത്തി, ഇതും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ഉലുവയുടെ ഇല ഉണങ്ങി വരുന്നതാണ്. അത് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അതും കൂടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇതൊരുമാതിരി എന്താ പറയുക, വേറൊരു ടേസ്റ്റിലേക്ക് മാറിപ്പോകും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ചേർത്തിരിക്കുന്ന ആംചൂർ പൗഡർ ചേർത്തിട്ടുണ്ട്, അതായത് ഡ്രൈ മാംഗോ പൗഡർ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉലുവയുടെ ഇല ഉണക്കിയത് ചേർത്തിട്ടുണ്ട്. ഇനി ഒരല്പം ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിന് ശേഷം നമ്മളുടെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ കടലയുടെ കൂട്ടങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. കുറച്ച് വെള്ളമേ കാണത്തുള്ളൂ. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് ഗരം മസാലയാണ് കേട്ടോ. ഒരു ഒന്നര ടേബിൾ സ്പൂൺ വേണം. നമ്മുടെ നാട്ടിലെ ഒരു ഗരം മസാല ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു നാടൻ ടേസ്റ്റിലേക്ക് ആയിപ്പോവും. ഞാനിത് ഇവിടുത്തെ വേറെ ഗരം മസാലയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതായത് നല്ല ഈ ഒരു ഫ്ലേവർ, അതായത് വേറെ ഒരു നമ്മളുടെ നാടൻ ആ ഒരു ടേസ്റ്റ് അല്ല ഇതിൽ വരുന്നത്. അപ്പോൾ അതിപ്പോൾ എവിടെ കിട്ടും? നമുക്കൊന്ന് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. നോർത്ത് ഇന്ത്യയിൽ ചന മസാല അല്ലെങ്കിൽ ചന മസാല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നോക്കുക, അല്ലെങ്കിൽ ചോലെ മസാല എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. അത് ചേർത്താലും മതിയാവും. അപ്പോൾ അതിലേക്ക് നമ്മളുടെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ കടല അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ജീരകവും പിന്നെന്താ പറയുക, ഈ മുളകും മല്ലിയും ഒക്കെ ആകുമ്പോൾ തന്നെ ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് തന്നെ വരും കേട്ടോ. ആ ഒരു ടേസ്റ്റ് തന്നെ വരും. പിന്നെ നമുക്ക് ആ ഒരു വയനയില എടുത്തങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിൽ നമ്മൾ സാധാരണ കടലക്കറി വെക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ അരച്ചൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കണം എന്ന് എനിക്കൊരു നിർബന്ധമായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊന്നും ഞാൻ ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ചന മസാല അല്ലെങ്കിൽ ചോലെ മസാല ഇത് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ചത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് രണ്ടും ഞാൻ ഇട്ടിട്ടില്ല. ഗരം മസാല ഇവിടുത്തെ ഗരം മസാലയാണ് പക്ഷേ ഞാൻ ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നന്നായിട്ട് കിട്ടും.
അപ്പോൾ ഇതാ നമ്മുടെ മസാലയൊക്കെ നല്ല സെറ്റായിട്ട് നല്ല മണമൊക്കെ വരുന്ന നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ, നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഇതും പൂരിയും കൂടെയാണ് കഴിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ എന്താ പറയുക കടല മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ചപ്പാത്തിക്കൊക്കെ പറ്റും, ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ പറ്റും. അപ്പോൾ അതാ നമ്മുടെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൽ കാണിച്ചിരിക്കുന്നത് അതാ നമ്മുടെ അയമോദകവും ചേർത്തിട്ടാണ് ഞാൻ പൂരി ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ തന്നെ, ഇവിടുത്തെ രീതിയിൽ തന്നെയാണ് ഞാൻ പൂരി ഉണ്ടാക്കുക. അതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ്, നവരാത്രിയൊക്കെ ആയതുകൊണ്ട് ദിവസം അമ്പലത്തിലൊക്കെ പോകുന്നത് കാരണം സമയമൊന്നും കിട്ടുന്നില്ല. കുറച്ച് ദിവസമായി ഞാൻ സത്യം പറഞ്ഞ റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കേട്ടോ. അങ്ങനെ എന്താ പറയുക, നോൺ വെജ് ഒന്നും ഇപ്പോൾ ഉപയോഗിക്കാത്ത കാരണം അങ്ങനെ നോൺ വെജിൻ്റെ ഐറ്റംസ് ഒന്നും അപ്ലോഡ് ചെയ്യാറില്ല. എല്ലാം ഇപ്പോൾ വെജാണ് കേട്ടോ കുറേ ദിവസമായിട്ട്. അപ്പോൾ അതാ നമ്മളുടെ ചന മസാല, അല്ലെങ്കിൽ ഈ ചന എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് അത്ര ഇഷ്ടപ്പെടില്ല അല്ലേ. നമ്മളുടെ ചന മസാല അല്ല, കടല മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്, നല്ല കിടുക്കാച്ചി ഐറ്റമാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനോടൊപ്പം തന്നെ ആ ഒരു പൂരിയും കൂടെ വന്നാലേ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നോർത്ത് ഇന്ത്യൻ ടച്ച് കിട്ടത്തുള്ളൂ. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല, എങ്കിൽ തന്നെ ഞാൻ പറയുകയാണ് ട്രൈ ചെയ്യുക, മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെയും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.